ഞാൻ ഊഹിച്ചിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. 47 സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് പാർട്ടീഷൻ നടക്കുമ്പോൾ പഞ്ചാബിൽ, ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിൽ ജീവിച്ചിരുന്ന ശാസ്ത്രി വേരോടെ പിഴുതെറിയപ്പെട്ടു. ആ സമയത്താണ് ഇദ്ദേഹത്തെ ആരോ ഇന്തോനേഷ്യയിലേക്ക് പറഞ്ഞയക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നിയത് ആര്യ സമാജക്കാരാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചേക്കണം. അദ്ദേഹത്തിന്റെ അവിടുത്തെ മിഷണറി ശൈലി ആര്യ സമാജക്കാരുടേതാണ്. അദ്ദേഹം ഒരു സനാതനിയല്ല. സനാതനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഈ പന്നിയിറച്ചി അല്ലാതെ ബാലിയിൽ അക്കാലത്ത് ഒന്നും ഉണ്ടാവില്ല. ഇദ്ദേഹം എങ്ങനെ അവിടെ പിടിച്ചു നിന്നുള്ളതാണ്. എല്ലാ ബാലിക്കാരന്റെയും ഒരു അഭിമാനമായിരുന്നു ഈ ശാസ്ത്രി. അതെങ്ങനെ മാറി? അന്യരെ അവര് ഒരിക്കലും അംഗീകരിക്കില്ല. ഇവിടെ ഇന്ത്യയിലത്തെ ഒരു ഹിന്ദു ബാലിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവരുടെ അമ്പലത്തിൽ കയറ്റില്ല. പക്ഷേ ഇദ്ദേഹം ഒരു പെദണ്ട എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പുരോഹിതന്റെ സ്ഥാനത്തെത്തി ഈ ശാസ്ത്രി. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം സംസ്കൃതം പഠിപ്പിച്ചു. ഈ ബാലിയിലത്തെ കുട്ടികളെ ഇന്ത്യയിലേക്ക് അയച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പുതിയ വിദ്യാഭ്യാസമൊക്കെ സമ്പാദിച്ചിട്ട് അതിൽ ഒരാള് പിന്നീട് ഇന്തോനേഷ്യയുടെ അംബാസഡറായി ഇന്ത്യയിൽ. ആലോചിച്ച് നോക്കണം. ആ പഠിപ്പിച്ച ഒരു കുട്ടി പിന്നീട് ഇന്ത്യയിലേക്ക് അയച്ചു അംബാസഡറായിട്ട്. അതാണ് ആ ആളെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഒരു വിവരമില്ലാത്ത ആള് ഒരു പണ്ടയെ പോലെ അയാൾ പെരുമാറുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. തന്റെ സങ്കടമാണ് പൊറ്റക്കാടിനോട് അദ്ദേഹം പറഞ്ഞത്. ഞാനിങ്ങനെ എന്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അപകടപ്പെടാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നെ കുറിച്ച് വല്ലതും എഴുതണം, നാട്ടിലെ ആൾക്കാരുടെ മുമ്പിൽ എന്നെ അവതരിപ്പിക്കണം എന്ന്. പക്ഷെ അവതരിപ്പിച്ചത് ഈ രീതി നേരെ തിരിച്ചായി പോയി.